നമസ്കാരം. പേര് ജെയ്ക് സി തോമസ് എന്നാണെങ്കിലും നാട്ടുകാർ വിളിക്കുന്നത് തോർക്ക് സി തോമസ് എന്നാണ്. കാരണം ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ജെയ്ക്ക് തോൽക്കുന്നതാണ് പതിവ്. അതും ഓരോ തവണ തോൽവിയുടെ ശക്തി കൂടിക്കൂടി വരും. മുൻ വർഷം കിട്ടിയതിനേക്കാൾ കുറച്ച് വോട്ടെ, അല്ലെങ്കിൽ മുൻ വർഷം എതിരാളി കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം. അങ്ങനെയാണ് തോൽക്കിൻ്റെ ഒരു രസതന്ത്രം. അങ്ങനെ കോട്ടയംകാരനായ തോൽക്ക് ഓരോ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച് മടുത്ത് നല്ല പ്രായത്തിൽ തന്നെ പാർട്ടിയോട് പറഞ്ഞു, ഇനി എന്നെ തോൽക്കെന്നുള്ള പേര് കേൾപ്പിക്കാൻ വേണ്ടി നിർത്തരുതേ, ഞാൻ മത്സരിക്കുന്നില്ല എന്ന്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയെ കെട്ടുകെട്ടിക്കും എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയ തോൽക്ക് ഇക്കുറി ഉമ്മൻചാണ്ടിയുടെ മകൻ്റെ മുൻപിൽ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങാൻ ഭയന്ന് തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കുകയാണ്. പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞത്, ആരെയെങ്കിലും അവിടെ കൊണ്ട് നിർത്തി നിങ്ങൾ തോൽപ്പിച്ചോളൂ, എന്നെ വെറുതെ വിടൂ, എനിക്ക് പാർലമെൻ്ററി മോഹമൊന്നുമില്ല. അല്ലെങ്കിൽ എ റഹീമിനെ പോലെ പാർട്ടി രാജ്യസഭയിലേക്ക് അയച്ച ചിലരുണ്ടല്ലോ, അവരുടെ കൂടെ എന്നെ കൂടി ഉൾപ്പെടുത്തിയാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എനിക്കറിയാവുന്ന ഭാഷയിൽ നാട്ടുകാരെ നുണ പറഞ്ഞ് ഉദ്ബോധിപ്പിച്ച് ജീവിച്ചോളാം, ദയവായി മത്സരിക്കാൻ വിട്ടുകൊടുക്കരുതേ. ഇതാണ് കോട്ടയത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയം. പുതുപ്പള്ളിയിൽ മത്സരിക്കാൻ ജെയ്ക് സി തോമസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പാർട്ടി നേതൃത്വം അഭയം തേടിയത് റെജി സക്കറിയയുടെ അടുത്താണ്. കോട്ടയത്തെ CPM നേതാക്കളിൽ ഏറ്റവും മാന്യനാണ് റെജി സക്കറിയാസ്. റെജി സക്കറിയാസ് നേരത്തെ മത്സരിച്ച് തോറ്റിട്ടുണ്ട്. വളരെ പ്രഗത്ഭനാണ്, മിടുക്കനാണ്. പക്ഷെ ഭാഗ്യം റെജി സക്കറിയാസിന് ഒപ്പമായിരുന്നില്ല. അതുകൊണ്ട് റെജി സക്കറിയാസിനോട് ചോദിച്ചപ്പോൾ റെജിയും പറയുന്നു, ഒരിക്കൽ തോറ്റതാണേ, ഇനി തോൽക്കാൻ വിട്ടുകൊടുക്കരുതേ, ഇല്ല എന്ന്. അങ്ങനെ പുതുപ്പള്ളി ഏരിയ സെക്രട്ടറി സുഭാഷിൽ എത്തി നിൽക്കുകയാണ്. സുഭാഷും പറയുന്നുണ്ട്, ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കി തരണമെന്ന്. പിന്നെ ആരെയും കിട്ടാത്ത സാഹചര്യം ഒഴിവാക്കാൻ രാധാകൃഷ്ണൻ എന്നു പേരുള്ള മുതിർന്ന ഒരു CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമുണ്ട്. ദീർഘകാലമായി CPMൻ്റെ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും പ്രവർത്തിക്കുന്ന നേതാവ്. ഏരിയ സെക്രട്ടറി സുഭാഷും പാർട്ടി പറയുന്നത് കേൾക്കാൻ മടി കാണിച്ചാൽ പിന്നെ നറുക്ക് വീഴുന്നത് രാധാകൃഷ്ണനാവും. ഇക്കുറി കോട്ടയത്തെ അവസ്ഥ ഇങ്ങനെയാണ്. 9 സീറ്റുള്ള കോട്ടയത്ത് വൈക്കം മാത്രമായിരുന്നു LDFൻ്റെ ഏക ഉറച്ച സീറ്റ്. 1957 മുതൽ 2021 വരെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും 1991 ഒഴിച്ചാൽ വൈക്കത്ത് ഇടതുമുന്നണിക്കാണ് വിജയം. കഴിഞ്ഞ കുറേ കാലമായി CPI അവരുടെ ഏറ്റവും ഉറച്ച സീറ്റായി വൈക്കത്തെ മാറ്റിയിരിക്കുന്നു. 2016 മത്സരിച്ച ആശ എന്ന മിടുമിടുക്കി 2011 10,568 എന്ന ഭൂരിപക്ഷം 24,584 ഉയർത്തിയിരുന്നു. 2021 ആ ഭൂരിപക്ഷം 29,122. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വൈക്കത്ത് UDF വലിയ മുന്നേറ്റമുണ്ടാക്കിയെങ്കിലും LDF ഇക്കുറിയും വൈക്കം നിലനിർത്തും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. വൈക്കം LDFന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ 40 സീറ്റ് തികയ്ക്കാൻ LDFന് കഴിഞ്ഞെന്ന് വരില്ല. UDFൻ്റെ പരമ്പരാഗത സീറ്റുകളിൽ ഒന്നായിരുന്ന ഏറ്റുമാനൂരാണ് കഴിഞ്ഞ 3 തവണയായി LDF സ്വന്തമാക്കി വരുന്ന രണ്ടാമത്തെ സീറ്റ്. 2011 16 സാക്ഷാൽ സുരേഷ് കുറുപ്പിനെ ഇറക്കി പിടിച്ച ഏറ്റുമാനൂര് 2021 VN വാസവനിലൂടെ LDF ഉറപ്പിച്ചു നിർത്തി. അന്തരിച്ച കേരള കോൺഗ്രസിന്റെ യുവനേതാവ് പ്രിൻസ് ലൂക്കോസ് ആയിരുന്നു സ്ഥാനാർത്ഥി. എന്നിട്ടും 14,303 വോട്ടിന് ഭൂരിപക്ഷം മാത്രമേ വാസവന് നേടിയെടുക്കാൻ കഴിഞ്ഞുള്ളൂ. ഇക്കുറി ഏറ്റുമാനൂരും വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലാണ് UDF. ജോസഫ് ഗ്രൂപ്പിൽ നിന്നും ഏറ്റുമാനൂർ പിടിച്ചു വാങ്ങി DCC പ്രസിഡന്റ് നാട്ടകം സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കി ആ മണ്ഡലം പിടിച്ചെടുക്കുമെന്ന് കോൺഗ്രസ് വാശി കാണിക്കുന്നു. 2021 കേരള കോൺഗ്രസ് മാണി വിഭാഗം കൂടി എത്തിയതുകൊണ്ട് UDFൻ്റെ കയ്യിലിരുന്ന 3 സീറ്റുകൾ കൂടി LDFലേക്ക് മാറിയിരുന്നു. വൈക്കത്തിനും ഏറ്റുമാനൂരിനും പുറമെ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും ചങ്ങനാശ്ശേരിയും 3 കഷ്ടിയാണ് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ തവണ ജയിച്ചു പോയത്. ഇക്കുറി 3 സീറ്റും തിരിച്ചു പിടിക്കും എന്ന വാശിയിലാണ് UDF വൃത്തങ്ങൾ. ഈ 3 സീറ്റും തിരുവല്ലായും കുട്ടനാടും അടങ്ങുന്ന 5 സീറ്റിൽ 2 കോൺഗ്രസ് പാർട്ടി ജോസഫിൽ നിന്നും തിരിച്ചു മേടിക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊടുത്താലും കൊടുത്തില്ലെങ്കിലും വിജയം ഉറപ്പെന്ന് UDF പറയുന്നു. പാലായും പുതുപ്പള്ളിയും കടുത്തുരുത്തിയും കോട്ടയവും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും UDFന് അനുകൂലമായിരുന്നു.
9-ൽ 7 ഉറപ്പാണെന്നും പറ്റിയാൽ ഏറ്റുമാനൂർ കൂടി നേടുമെന്നുമുള്ള വാശിയിലാണ് UDF വൃത്തങ്ങൾ. കേരള കോൺഗ്രസ് ജോസഫും കോൺഗ്രസും തമ്മിൽ ഭിന്നതയുണ്ടെങ്കിലും ജോസഫിനെ കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തിക്ക് പുറത്ത് കാര്യമായ സ്വാധീനമില്ലാത്തതുകൊണ്ട് ആ ഭിന്നത തങ്ങളെ ബാധിക്കില്ലെന്നാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. ഇതൊക്കെയാണെങ്കിലും പൂഞ്ഞാറിലും പാലായിലും എന്ത് സംഭവിക്കും എന്നറിയാനുള്ള കൗതുകം സാധാരണക്കാർക്കുണ്ട്. പാലായിൽ ഷോൺ ജോർജ് കൂടി മത്സരരംഗത്തെത്തുന്നതോടെ ത്രികോണ മത്സരം ഉറപ്പായിട്ടുണ്ട്. ജോസ് കെ മാണി വിരുദ്ധ വോട്ടുകൾ ചിതറുമെന്നതിനാൽ ഇക്കുറി ജോസ് കെ മാണി ജയിക്കുമെന്നാണ് കേരള കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം. പൂഞ്ഞാറിൽ കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥി ടോമി കല്ലാനി 3-ാം സ്ഥാനത്തായിരുന്നു. ഇക്കുറിയും കല്ലാനി തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്ന റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണ മുസ്ലിം വോട്ടും ക്രിസ്ത്യൻ വോട്ടും ഒരുപോലെ നേടിയ സെബാസ്റ്റ്യൻ കുളത്തെങ്കലിനെ തോൽപ്പിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് LDF വൃത്തങ്ങൾ ചോദിക്കുന്നത്. എന്തായാലും ഇക്കുറി കോട്ടയം ചുവക്കുമോ എന്നറിയാൻ ആകാംക്ഷയോടെ ആളുകൾ കാത്തിരിക്കുമ്പോൾ ഏറ്റവും വലിയ കൗതുക വാർത്തയായി മാറുന്നത് ജെയ്ക് സി തോമസ് പേരുദോഷം പേടിച്ച് ഓടി രക്ഷപ്പെട്ടതാണ്.